ഡിയർ ഫ്രണ്ട്സ്, 7-ാം ദിവസമായി ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും എഴുതുകയും ചെയ്യേണ്ടത് നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ കൂടെ നിന്ന നമ്മുടെ കൂട്ടുകാർക്കാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 21 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. നമ്മളോട് മോശമായി പെരുമാറിയ സുഹൃത്തുക്കൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. അപ്പോൾ കാണാം അത്ഭുതം സംഭവിക്കുന്നത്. ഓരോ തവണ ഗ്രാറ്റിറ്റ്യൂഡ് ചൊല്ലുകയും എഴുതുകയും ചെയ്യുമ്പോഴും നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ധാരാളം പേർക്ക് പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാകുന്നത്. ഫീൽ കൊടുത്തുകൊണ്ട് നന്ദി പറയുക. പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. കൂട്ടുകാർക്ക് മാപ്പ് കൊടുക്കാൻ പറഞ്ഞത് മറ്റുള്ളവരോടുള്ള ദേഷ്യവും വാശിയൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ലോ ലെവലാവും. നമ്മുടെ ഫ്രീക്വൻസി ലോ ലെവലായി കഴിഞ്ഞാൽ നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അത് മാറാൻ വേണ്ടിയാണ് മാപ്പ് കൊടുക്കാൻ പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്കിങ്ങനെ എഴുതാം: എനിക്ക് ധാരാളം നല്ല സുഹൃത്തുക്കളെ ലഭിച്ചതിന് നന്ദി. എന്നെ മനസ്സിലാക്കാനും എൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനും പറ്റിയ സുഹൃത്തുക്കളെ തന്നതിന് നന്ദി. എന്നെ സാമ്പത്തികമായി സഹായിച്ച സുഹൃത്തുക്കൾക്ക് നന്ദി. എന്നെ എല്ലാ ആപൽഘട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദി. ഇങ്ങനെ എഴുതാം. 6 ദിവസത്തെയും ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു നിമിഷം നമ്മളെ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ചേഞ്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും അവരവരുടെ അനുഭവം ഷെയർ ചെയ്യണേ. താങ്ക് യു.